വെൽക്കം ടു റാപ്പിഡ്. നമ്മളിന്ന് സാധാരണ ദിവസങ്ങളൊക്കെ റേസ് കാണാനായിട്ടാണ് പോകാറ്. നമ്മൾ സ്പെഷ്യലായിട്ട് റാലി കാണാൻ വേണ്ടി വന്നേക്കണ്. രാത്രി 12 മണിക്ക് പുറപ്പെട്ടാണ്. മുഖത്ത് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. എന്നാലും റാലി ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ എങ്ങനെ ഒരു പരിപാടി എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പ്രവൃത്തിയോട് ചോദിച്ചു അറിയണം. 6-7 കിലോമീറ്റർ റൺ ചെയ്യണം. 2 ദിവസങ്ങളൊക്കെ ആയിട്ടാണ് ഇവൻറ്റ് നടക്കാറെന്നാണ് ഞാൻ കേട്ടറിവ്. ബാക്കി ഞങ്ങൾക്ക് പ്രവൃത്തിയോട് ചോദിച്ചറിയാം. ബാക്കി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ പാർക്ക് ഫെമ്മയുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന വെന്യൂവിലാണ് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കാൻ പോണത്. ഇപ്പോൾ നടക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന റാലിയിൽ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് റൈഡേഴ്സിനെല്ലാവരും ഈ പോണ്ട വഴി, അതായത് ട്രാൻസ്പോർട്ടുള്ള വഴി, റാലി ഓടിക്കേണ്ട വഴിയെല്ലാം കൂടി പോയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഫ്രണ്ടിലൊരു പൈലറ്റ് വെഹിക്കിൾ ഉണ്ടാവും, ബാക്കിലൊരു പൈലറ്റ് വെഹിക്കിൾ ഉണ്ടാവും. അതിൻ്റെ നടുക്ക് എല്ലാവർക്കും ഈ നാളത്തെ റൂട്ടെല്ലാം ഫുള്ള് ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരും. വന്നു കഴിഞ്ഞിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ. നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് എല്ലാവരും എന്താ ചെയ്യണേ നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് റാലി കാണണമെന്ന് അറിയില്ല. ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര വലിയ ട്രാക്കാണ്. ഈ ഫസ്റ്റ് സ്റ്റേജിന് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ സ്റ്റേജ് കഴിഞ്ഞ് ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജ് ഉണ്ട്, അതിലേക്ക് വരും. ഫസ്റ്റ് സ്റ്റേജിൻ്റെ സ്റ്റാർട്ട് അവിടെ നിന്നാണ്. സ്റ്റാർട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് എവിടേക്കൊക്കെയോ പോയിട്ട് ഈ റൂട്ടിലേക്ക് വന്ന് ചേരും. നമുക്ക് ആ ട്രാക്കിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് കയറാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെയൊക്കെയാണ് ട്രാക്ക് കിടക്കുന്നത്. അത് വളരെ ഔട്ട്സ്കേർട്സിൽ ആ ഒരു റേഞ്ചിൽ നിന്ന് മാറി 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 കുറേ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ട്രാക്ക് മൊത്തത്തിലൊരു 25 കിലോമീറ്റർ പ്ലസ് ഉണ്ടാവും. അത് തന്നെ ഒരു റിപ്പീറ്റ് ഒരു 3 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോഴാണ് പറയാൻ പറ്റുള്ളൂ ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും, എത്ര സ്റ്റേജ് ഉണ്ടാവും എന്നുള്ളതൊക്കെ. ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും ഈ റാലി ഓടിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ഞാൻ ബേസിക്കലി റാലി ഓടിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് നമുക്ക് കണ്ടു നിൽക്കുന്നതിനേക്കാളും ത്രില്ല് ശരിക്കും ഓടിക്കുമ്പോൾ തന്നെയാണ്. മൊത്തത്തിൽ കാണാം. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ അവിടേക്ക് ആൾക്കാർ എത്തുമ്പോഴേക്കും കുറേ ടൈം എടുക്കുമായിരിക്കും. അവരവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ കണ്ട വിഷ്വൽസ് അവിടെ സ്റ്റാർട്ടിൻ്റെ അവിടെ നിന്നാണ്. ഇവിടെ വരെ എത്തുമ്പോഴേക്കും ഏകദേശം ഇത് സെക്കൻഡ് സ്റ്റേജിൻ്റെ ചിലപ്പോൾ എൻ്റെ എങ്ങാനും ഇരിക്കാനാണ് സാധ്യത. വേറൊരു ഡൗട്ട്, ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ വണ്ടി കംപ്ലൈൻ്റ് ആയി അല്ലെങ്കിൽ വീട്, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നോർമലി നമ്മളിപ്പോൾ സ്റ്റേജ് ഇപ്പോൾ റെക്കെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വണ്ടികളുണ്ടാവും. അതിൽ നമുക്ക് വേണമെങ്കിൽ കയറി കൊണ്ടുപോകാം. നമുക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ, അതായത് ഇന്ന് പാർക്ക് ഫെമ്മയുടെ ഉള്ളിൽ കയറിയിട്ട് സ്ക്രൂട്ടിനി കാര്യങ്ങളൊക്കെ ചെയ്യണതിനുള്ളിൽ വണ്ടി തിരിച്ച് കൊണ്ടുവന്നാൽ മതി. റെഡിയാക്കിയിട്ട് എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിലും റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂട്ടിനി കാര്യങ്ങൾ ചെയ്ത് ഓക്കെ ആക്കി വയ്ക്കാം. നാളെയാണ് ഈ സംഭവം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വണ്ടിയിൽ കയറിയിട്ട് ഇത് മൊത്തം ഇറക്കെ കാണാൻ പറ്റും, സ്റ്റേജസ് മൊത്തം കാണാൻ പറ്റും. കാരണം കുറച്ച് പൈലറ്റ് വെഹിക്കിൾസ് ഉണ്ട്, അതിൽ കയറിയിട്ട് നമുക്ക് പോകാൻ ട്രാക്ക്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നു ആരെങ്കിലും ട്രെയിനിലൊക്കെ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ ചിലപ്പോൾ വണ്ടികൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബൈക്കിന് കയറിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെഹിക്കിളിൽ വേണമെങ്കിൽ ഒരു റൗണ്ട് ഇറക്കിയൊക്കെ പോകാൻ പറ്റും. സ്റ്റേജസ് കാണിച്ചു കൊടുക്കാൻ വരുന്ന വണ്ടികളുടെ ഉള്ളിൽ കയറിയിട്ട് അവർക്ക് മൊത്തം സ്റ്റേജ് കാണിക്കാൻ പറ്റും. ഈ സ്റ്റേജ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഓടിക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാവില്ല. ഏത് വഴി എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ എങ്ങനെ ഓടിക്കണം, എത്ര സ്പീഡിൽ പോകാൻ പറ്റും, ഏതൊക്കെ ആയിരിക്കും ടേൺ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലാണ് ശരിക്കും റൈഡർക്ക് പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം റാലി എന്ന് പറയുമ്പോൾ മാക്സിമം ടൈം കുറച്ചിട്ട് ആദ്യം എത്തുന്ന ആൾക്കാണ് ഫസ്റ്റ്. മാക്സിമം സ്പീഡിൽ എത്തുന്ന ആൾ എന്ന് പറയണ പോലെ തന്നെ ഇതിൽ മാക്സിമം എത്ര ടൈം കുറച്ചിട്ട് ആൾ വരണോ അതനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടെ. ചില ഏരിയകളിൽ സ്പീഡ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ? സ്പീഡ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ലോങ് സൈറ്റിൽ നമുക്ക് വിഷൻ കാണുമ്പോൾ ചിലപ്പോൾ ആ അറ്റത്ത് എന്താണുള്ളത് എന്നുള്ളത് മനസ്സിലാവാൻ പറ്റില്ല. അപ്പോൾ
എപ്പോഴും നമ്മൾ റേസ് ഓടിക്കുമ്പോഴും ആൾക്കാരോട് പറയണ പോലെ നേരെ നോക്കിയിട്ട് നമുക്ക് ആ എൻഡ് പോയിന്റിൽ എന്താണോ കണ്ടു നോക്കണം അത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് പോകാൻ. പിന്നെ ഒരു വഴി കഴിയാറായി എന്നുള്ള സ്റ്റേജ് വരുമ്പോൾ അവർ ബണ്ടിങ് വെച്ചിട്ടുണ്ടാവും. ബണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഡേഞ്ചർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജിൽ ഇങ്ങനെ ക്രോസ് ബണ്ടിങ് ഉണ്ടാവും, സ്ട്രൈറ്റ് ബണ്ടിങ് ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും സ്റ്റേജ് എന്തോ ഫിനിഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രോസിങ് ഉണ്ടാവും, റോഡ് ക്രോസിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതിനനുസരിച്ചുള്ള സിഗ്നേച്ചർ ഉണ്ട്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഓരോ സിഗ്നേച്ചർ കാണിക്കുന്ന പോലെ തന്നെ അവിടെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ബണ്ടിങ്ങിൽ അവിടെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രേറ്റ് സ്റ്റേജ് ആണെങ്കിൽ സ്ട്രേറ്റ് സ്റ്റേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കാണിച്ച് മനസ്സിലാവാൻ പറ്റും. ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെ പേപ്പേഴ്സ് വേണമെന്നുള്ളത് ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത്. ശ്രീകാന്ത് ഓടിക്കുന്നത് ഗ്രൂപ്പ് ഡി ആണ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഗ്രൂപ്പായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കുറച്ചധികം ടാസ്ക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പരിപാടി. കുറേ അധികം പേപ്പേഴ്സ് വേണം. എന്തൊക്കെയാണെന്നുള്ളത് ശ്രീകാന്ത് പറയും. ഞാൻ ഓടിക്കുന്ന ഗ്രൂപ്പ് ഡി ഹിമാലയൻ 460 വരെയുള്ള ഒരു ക്ലാസ്സാണ്. യൂഷ്വലി ഡോക്യുമെൻറ്റേഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഗ്രൂപ്പ് ഡി ആണെങ്കിലും ഗ്രൂപ്പ് ബി ആണെങ്കിലും ഗ്രൂപ്പ് എ ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ റാലി ഓടിക്കുമ്പോൾ അറിയാലോ, റാലി റോഡ് ലീഗൽ ബൈക്കുകളാണ്. അപ്പോൾ റോഡ് ലീഗൽ ബൈക്കുകളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും, എസ്പെഷ്യലി RC ബുക്ക്, ഇൻഷുറൻസ്, പിന്നെ റാലി കവർ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ പോളിസി ഉണ്ട്. നമുക്ക് ഒരു നോർമൽ ഇൻഷുറൻസിൻ്റെ പുറത്തൊരു എൻഡോഴ്സ്മെൻറ്റ് പോലെ എടുക്കാവുന്നതാണ്. അത് നിർബന്ധമായിട്ട് വേണം. പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ വേണം. അതൊരു 10 lakhs മിനിമം വേണം. ഇതിന് കൂടാതെ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു മോട്ടോർ സ്പോർട്സ് ആണെന്നുള്ളൂ, അത് ഹസാഡസ് ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് നോട്ടറൈസ് ചെയ്തിട്ട് ഇൻഡെമിനിറ്റി പോലെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. പിന്നെ അവരുടെ ഫോട്ടോ, ചില ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് ഫോട്ടോ നമ്മുടെ ID കാർഡിൽ പിടിപ്പിക്കാനായിട്ടുള്ളൊരു ഫോട്ടോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഈ ഡോക്യുമെൻറ്റ്സ് വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് നമുക്ക് പാസ്സാക്കി തരുള്ളൂ. അവരെല്ലാം നോക്കും. ഡോക്യുമെൻറ്റേഷൻ, അതെ. റാലി കവറിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഡേറ്റ്സ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നീട് ഒന്നും കൂടി പോയി കറക്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു ക്രൂഷ്യലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റാലി ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷനാണ് ഈ ഡോക്യുമെൻറ്റേഷൻ സ്ക്രൂട്ടനി. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് മനസ്സമാധാനമാവാം. ഈവൻ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ ഡേറ്റ് വൈസ് ചെക്ക് ചെയ്തിട്ട് അവർ പോളിസി ഓൺലൈൻ നോക്കിയിട്ടൊക്കെയാണ് കറക്റ്റ് ചെയ്തിട്ട് തരാറ്. ഇപ്പോൾ QR കോഡ് ഉണ്ടല്ലോ, ഇപ്പോൾ പോളിസിയുടെ ഒപ്പം തന്നെ QR കോഡ് ഉണ്ട്. അത് റാൻഡമായിട്ട് അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും QR കോഡ് എടുത്തിട്ട്. അപ്പോൾ അതെല്ലാം പക്കയായിരിക്കണം ഡോക്യുമെൻറ്റ്സ്. കാരണം ഇത് നമ്മുടെയും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റാലി കവർ ഉണ്ടെങ്കിലാണ് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മോട്ടോർ സ്പോർട്സ് ഇവൻ്റ് അല്ലാത്ത നോർമൽ ഇൻഷുറൻസ് കവർ ചെയ്യില്ല. നിസ്സാര പൈസ വരുള്ളൂ, ഒരു 100 രൂപ 150 രൂപയെ റാലി കവർ എൻഡോഴ്സ്മെൻറ്റ് വരുള്ളൂ. പക്ഷെ അത് എടുത്ത് നിർബന്ധമായിട്ടും പോകണം എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ കുറേ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ ഐഡിയ കിട്ടും. ഇനി ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് റൈഡ് പോണവരൊക്കെ ഉണ്ട്. ഒരു 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് പറ്റിയതാണോ ഈ ഒരു പർട്ടിക്കുലർ സ്പോർട്ട്, റാലി ഓടിക്കുക എന്നുള്ളത്? റാലി ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈഡ് പോകുന്നതായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷേ ബൈക്ക് ടൈം കൂടുതലാണ് അവർക്ക്. എപ്പോഴും ഈ 500 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ യൂഷ്വലി റോഡ് ട്രിപ്പൊക്കെ ചെയ്യുന്നവർക്ക് ബൈക്ക് ടൈം കൂടുതലാണ്. ആ ബൈക്ക് ടൈം അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. സത്യം പറഞ്ഞാൽ ആ ബൈക്കായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഗ്രൂപ്പ് ഡി ക്ലാസ് ഇപ്പോൾ ഇത്തവണ 2 ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമുണ്ട് 2 ക്ലാസ് ഉണ്ട്. എക്സ്പൾസ് പോലുള്ള വണ്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് 260 വരെയുള്ളൊരു കാറ്റഗറി, 460 വരെ, ഇപ്പോൾ 390 അല്ലെങ്കിൽ ഹിമാലയൻ അതൊക്കെ ഉള്ളവർക്ക് ഓടിക്കാനായിട്ട്. അവരെയൊക്കെ ഇതിനകത്തേക്ക് വരണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ റോഡിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ത്രില്ലല്ല നമ്മൾ ഈ റേസിലേക്ക് അല്ലെങ്കിൽ റാലിയിലേക്ക് വരുമ്പോൾ. ലോങ് സ്റ്റേജസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 11-12 കിലോമീറ്ററിൻ്റെ ഒരു സ്റ്റേജാണുള്ളത്. അവരെ സംബന്ധിച്ച് ഈ 500 കിലോമീറ്റർ 12 കിലോമീറ്ററായിട്ട് കമ്പയർ ചെയ്യരുത്, വ്യത്യാസമുണ്ട് എൻറ്റയർലി. പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുള്ളത് റേസിങ്ങിനെ പറ്റിയാണ്. റാലി നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യകാലങ്ങളിൽ ഓടിച്ചു കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ശ്രീകാന്താണ് കുറച്ചും കൂടി അതിന് മുന്നേ ഓടിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് റേസിംഗ് ഫോക്കസ് ഇല്ലാണ്ട് ആദ്യമേ റാലി എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നത്? റേസ് ഇതൊക്കെ റേസ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ റേസ് ഓടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല റാലിക്ക്. റാലി കുറച്ചും കൂടി റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരു നാച്ചുറൽ ടെറൈൻ അല്ലെങ്കിൽ കുറച്ചും കൂടി
ഒരു പ്ലാൻഡ് അല്ല, ഒന്നും തന്നെ പ്ലാൻഡ് അല്ല റാലിയിൽ. നമുക്കിപ്പോൾ തന്നെ ഓടിച്ചിട്ട് വന്നൊരു 12 കിലോമീറ്റർ എൻ്റെ അടുത്ത് ഇപ്പോൾ 12 കിലോമീറ്റർ മെമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. പക്ഷേ ഒരു റേസ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 ലാപ്പ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാം, ഇന്ന കോർണറിൽ നിന്ന് അപ്പുറത്തേക്ക് എന്നുള്ളത്. അത് എളുപ്പമെന്നല്ല ഞാൻ പറയണേ, പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്താം. ഇവിടെ അങ്ങനത്തെ യാതൊരു പ്ലാനിങ്ങും നടക്കില്ല. അപ്പോൾ കുറച്ചുകൂടി റിയൽ അഡ്വഞ്ചർ എന്ന് പറയുന്നത് റാലി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഡേ 1 എൻ്റെ ആയിരിക്കുകയാണ്. നമ്മളെ സ്ക്രൂട്ടിനും അതുപോലെ GPS ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഡേ 2ൻ്റെ വിഷ്വൽസാണ് ഇനി നമുക്ക് കാണാനുള്ളത്. യെസ്, കുറേ ഗ്രൂപ്പുകളുണ്ട്, കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. അതിൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞത് സ്റ്റോക്ക് ബൈക്കിൻ്റെ ക്ലാസ്സാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ബൈക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ എക്സ്പൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡയറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണിത്. മോഡിഫിക്കേഷൻ ഒന്നും പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കൂടുതലും ഓടിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഡി ക്ലാസ്സാണ്. എക്സ്പൾസ് നേരെ കൊണ്ടുവന്ന് നമുക്ക് ഓടിക്കാം. ചെറിയ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ സ്റ്റഡ് കാര്യങ്ങളൊക്കെ മാറ്റാം. അതായത് MRFൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡ്സ് കാര്യങ്ങളിട്ട് ടയറിൽ മാത്രം ചേഞ്ച് ചെയ്യാം. ബാക്കി ഒരു മോഡിഫിക്കേഷൻ പാടില്ല. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയ ഒരു ക്ലാസ്സാണ്. എക്സോസ്റ്റ് ഒന്നുമില്ല, പെർഫെക്റ്റ് സ്റ്റോക്ക് ആയിരിക്കണം. ഈ ടയറിന് മാത്രം മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടയറും ഹാൻഡിൽ ബാറും ചേഞ്ച് ചെയ്യാം. ക്വിക്ക് ത്രോട്ടിലൊന്നും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 9 മണി ആവാറായി. 8 തൊട്ട് 8:30 വരെയാണ് നമുക്കവിടെ ബൈക്ക് പാർക്കിങ് വെക്കാൻ പറ്റുന്ന സമയം. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. കാരണം ഇന്നിവിടെ റേസ് ഓടിക്കാമെന്ന് എല്ലാവർക്കും ടൈമിങ്ങിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. കാരണം 8 to 8:30 എന്നുള്ള ടൈമിനുള്ളിലാണ് നമുക്ക് ബൈക്ക് പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെനാൽറ്റി തുടങ്ങും. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഒക്കെ ചിലപ്പോൾ കൊടുത്തു എന്ന് വരും. നോർമലി അങ്ങനെ കൊടുക്കാറില്ല. നോർമലി ക്യാഷ് ആയിരിക്കും ഫൈനായിട്ട് കൊടുക്കാറ്. പിന്നെ ഇന്നത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഫസ്റ്റ് ബൈക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ അതിൻ്റെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോണത് ട്രാൻസ്പോർട്ട് ഓടിച്ച് ഫസ്റ്റ് സ്റ്റേജിലേക്കാണ്. അതായത് ഇന്നലെ പോയിട്ട് നമ്മൾ കാണിച്ച 1-2 സ്റ്റേജസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കംപ്ലീറ്റ് അതായിരിക്കും. പിന്നെ നോർമലി 1 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ടാണ് എല്ലാ റൈഡേഴ്സിനെയും വിടാം. അതായത് ഫസ്റ്റത്തെ റൈഡർ 9:01 പോകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൈഡർ വരുന്നത് 9:02 ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് റാലിക്ക്. നമുക്ക് റാലിക്ക് പോകുന്നതിന് മുന്നേ ഒരു ചാർട്ട് തരും, ഒരു കാർഡ് തരും. ശരിക്കും നമ്മൾ പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ റാലിയിൽ ആ ഒരു പർട്ടിക്കുലർ സംഭവം നമുക്ക് മിസ് ചെയ്യാറില്ല. അപ്പോൾ ഫസ്റ്റത്തെ 2 സ്റ്റേജ് വരുന്നവരെ നമുക്ക് അതിൽ ടൈമിങ് അതിൽ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ ടൈം കാർഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യണം എവിടെയാണോ അവിടെ നിന്ന് ഉള്ളിൽ കയറാനുള്ള ടൈമുണ്ട്. ഉള്ളിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വേറെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈം അനുസരിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം റാലിയിൽ ഓടിക്കുമ്പോൾ ചെയ്യാനായിട്ട്. ആദ്യം വന്ന് ഓടിക്കണവർക്ക് ഇത്തിരി ഡിഫിക്കൽട്ടി ആയിരിക്കും. പക്ഷേ വൺസ് നമുക്കിതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഗുഡ്. അപ്പോൾ നമുക്ക് സ്റ്റേജ് വൈസ് പോകുമ്പോൾ ഇനി അടുത്ത ഡീറ്റെയിൽസ് എല്ലാം പറയാം, കാണാം, എല്ലാം ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ഇവിടെ വേണ്ടിയിട്ട് പോകണം. ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കുന്നുണ്ട്.
മോട്ടോ GP റേസർ ഇവിടെ റാലി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറ്റുമോ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച് ഇൻസ്റ്റ അക്കൗണ്ടൊന്ന് കാണിക്കുമോ. ഇൻസ്റ്റ അക്കൗണ്ട് കാണിച്ച് എൻ്റെ ഫോളോവേഴ്സും വീഡിയോയുടെ റീച്ചൊക്കെ നോക്കിയിട്ട് എടുക്കാം. സൗകര്യമില്ല എനിക്ക്, അങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് നമുക്ക് വേണ്ട. നമുക്ക് സാധാ സീത ആൾക്കാർ മതി. എല്ലാവരും ഒരു ഫെയിമുള്ള ആൾക്കാരെ മാത്രം കാണിക്കണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് സാധാരണ ആൾക്കാരെ കാണിച്ചാലും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇത് ഏകദേശം ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉണ്ടാവുമായിരിക്കും, കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല. ഇത് പോയി ഫിനിഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് 2ലേക്ക് പോകും. നമ്മളിപ്പോൾ സ്റ്റേജ് 2 കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ റേസ് മാത്രമല്ല ക്രിക്കറ്റ് കളിയും നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ക്രിക്കറ്റ് കളി അവിടെ മാത്രമല്ല, ഏകദേശം അപ്പുറത്തും കുറച്ച് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അവിടെയും ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ. ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളി കിടക്കണം, ഒരു ഭാഗത്ത് റാലി കിടക്കണം, ഒരു കൃഷി കിടക്കണം. ഇതാണ് ഫിനിഷിംഗ് ലൈൻ. ഇവിടെ വന്നിട്ട് നോട്ട് ടൈം. യെസ്, അങ്ങനെ പരിപാടികളൊക്കെ കഴിയാറായിരിക്കുകയാണ്. നമ്മൾ ഏകദേശം പോവാറായി. പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഇനി ഒരാൾ വേണം. ഏത് പിൻചേട്ട രണ്ട് അഭിപ്രായം പറഞ്ഞു. ടോട്ടലി പുതിയ സ്റ്റേജ്, അടിപൊളി, എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റേജസ്, എല്ലാവരും നല്ലപോലെ ഓടിക്കണമുണ്ട്. നമ്മുടെ കുട്ടനാട് പോണ ശ്രീകാന്ത് കോമന നല്ലപോലെ പോകുന്നുണ്ട്, എല്ലാവരും നല്ലപോലെ ഓടിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ മാത്രമല്ല എല്ലാവരും. കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ക് അത്രയും, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കേത്തന്നൂർ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇത് പുതിയ സ്റ്റേജാണ്, പക്ഷേ ഇത് കൊള്ളാം. നടന്ന് ഒരുപാട് ക്ഷീണിച്ചു, കുറേ ആയി നടക്കണം. ഉറങ്ങി ക്ഷീണിച്ചുണ്ട്. ഉറങ്ങിയതിൻ്റെ 2 റിവ്യൂ പറയാം. ഉറങ്ങിയാലും എന്ത് റിവ്യൂ പറയാനാടാ, ഒന്നും പറയാനില്ല, നല്ല ഉറക്കം. ഇത് തന്നെ, ഇതാണ് റിവ്യൂ. യെസ്, ഇതാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ പകുതി ഭാഗമാണ്. ഇത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അല്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവഴിയാണ് ഇങ്ങനെ വന്ന് പോകും. 2 ട്രാക്ക്, ഓരോ ട്രാക്കും ഫസ്റ്റ് സ്റ്റേജ് 15 കിലോമീറ്റർ ഉണ്ട്, സെക്കൻഡ് സ്റ്റേജും അതുപോലെ തന്നെ 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ തിരിച്ചു പോയിക്കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. പരിപാടികളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലെ മോട്ടോ സ്പോർട്സ് കണ്ടൻറ്റായിട്ടും റിവ്യൂസായിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.